ആ നിലക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാതെ വരുമ്പോൾ ജനം പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിയമം കൈകാര്യം ചെയ്യേണ്ടവരാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടത്. സാധാരണക്കാർക്ക് നിയമം എല്ലാവരും കൂടി എടുക്കാൻ പോയാൽ എന്ത് ചെയ്യും? ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സാധാരണക്കാർ എടുക്കണ്ടേ? അവർ ജീവിക്കണം. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുന്നത്. അതിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുക, അത് ശ്രദ്ധിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വയസ്സായ ആളുകൾക്കൊക്കെ റോഡിൽ കൂടി നടക്കുമ്പോൾ പ്രയാസങ്ങളുണ്ട്. ഏതൊരു പൗരനും പാലിക്കേണ്ട ഒന്നാണ് നിയമങ്ങൾ. നമ്മുടെ റോഡ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഫുട്പാത്ത് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ കൂടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്കറിയാം. അതിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് പ്രഭാവതി അമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ പ്രതികരിക്കുകയുണ്ടായി, ഏറെ വൈറലാവുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഒരു മാളിലുണ്ടായ തമ്മിൽ തല്ല്, പൂർവ്വവൈരാഗ്യം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയും തമ്മിൽ തല്ലുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണക്കാർ നിയമം കയ്യിലെടുക്കുകയാണോ എന്നാണ്. ഇങ്ങനെ സാധാരണക്കാർ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ രാജ്യം കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട് അരാജകത്വത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ വീഴ്ചയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണക്കാർ പ്രതികരിക്കുന്നതും പ്രതികരണങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുത് ഇത്തരത്തിലുള്ള പ്രതികരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്തരത്തിൽ സാധാരണക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് സാധാരണക്കാരോട് തന്നെ ചോദിക്കാം. കാരണം അവരാണ് എന്തിനും വിധി എഴുതേണ്ടത്. നമുക്ക് ചോദിക്കാം അവരോട്, ഇത്തരത്തിലുള്ള പ്രതികരണം നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളത്. സാധാരണക്കാർ നിയമം കയ്യിലെടുക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഭാവതി അമ്മയുടെ ഒരു കാര്യം തന്നെ കേട്ടായിരുന്നു. ഫുട്പാത്തിൽ വണ്ടി ഓട്ടിച്ചപ്പോഴത്തേക്ക് ഒരു അമ്മയുടെ കാര്യം അത് പ്രതികരിച്ചു. നല്ല കാര്യമാണ്, പ്രതികരണങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ സാധാരണക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇല്ലേ, നാട് അരാജകത്വത്തിലേക്ക് പോവേണ്ടി വരും. മാത്രമല്ല ഒരു പോലീസുകാരനെ ഇന്നലെ പബ്ലിക്കായിട്ട് ഇതൊക്കെ നമ്മുടെ മുൻവൈരാഗ്യം ആണ്. ഈ പോലീസുകാരനും മോശമായിരുന്നില്ല, അതിന് മുന്നേ തല്ലുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എല്ലാം നിയമത്തിന്റെ വഴിയിൽ ചില സന്ദർഭങ്ങളിൽ നിയമം ആ നിലക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാതെ വരുമ്പോൾ ജനം പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, നിയമം കൈകാര്യം ചെയ്യേണ്ടവരാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടത്. സാധാരണക്കാർക്ക് നിയമം എല്ലാവരും കൂടി എടുക്കാൻ പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അത് അതെ, ആഭ്യന്തരത്തിന്റെ ഒരു വരി തകർച്ചയല്ലേ അത് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് ഇത് ഇത്ര എക്സ്പ്ലോസീവായിട്ട് പെരുമാറേണ്ട കാര്യമില്ലല്ലോ, ഇടപെടേണ്ട കാര്യമില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് അത്ര അറിവില്ല, ആ അമ്മച്ചി അത് അറിയത്തില്ല. പക്ഷെ എന്നാലും പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അത് നിയമത്തിന്റെ രീതിയിൽ പോകാമായിരുന്നില്ല എന്നുള്ളതാണ്. അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി അന്നേരം കണ്ടതുപോലെ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നലെ ഒരു മാളിലുണ്ടായ ഒരു ആക്രമണം കണ്ടായിരുന്നില്ല, ഒരു പോലീസുകാരനെ തല്ലുന്നത്. പോലീസുകാരനും തല്ലിയിട്ടുണ്ട് ഇതിനു മുന്നേ, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നിടത്തെ തകരാറാണ്. കാരണം ആരെയും പരിധി വിട്ട് എല്ലാവർക്കും നിയമം ബാധകമാണ്. പോലീസുകാർക്ക് നിയമം ബാധകമാണ്, സാധാരണക്കാരന് നിയമം ബാധകമാണ്. അപ്പം നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൻ്റെതായ രീതിയിൽ നിയമം ആരും കയ്യിലെടുക്കാൻ പാടില്ല. അത് പിന്നെ കൈകാര്യം ചെയ്യേണ്ടവർ അത് വേണ്ട രീതിയിൽ ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെയാണ് അരാജകത്വമായിരിക്കും. അപ്പം ഉത്തരവാദിത്തപ്പെട്ടവര്, ഭരിക്കുന്നവര്, ഉദ്യോഗസ്ഥന്മാര് അവരത് കൃത്യമായി ചെയ്യണം, അല്ലെങ്കിൽ പെട്ടുപോകും, കയ്യിലെടുക്കും. അപ്പം അങ്ങനെ വരുമ്പം അമ്മച്ചിയൊക്കെ ചെയ്ത് അതാണ് അവരെ നിവൃത്തികേടാണ്. കാരണം നടന്നു പോകുന്നിടത്തോടി കയറ്റാൻ പോയി കഴിഞ്ഞാൽ അത് കാണുന്നുണ്ട് പലപ്പോഴും. പോലീസുകാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസുകാർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവര് ഒരുപക്ഷെ അത് കൃത്യമായിട്ട് എല്ലായിടത്തും ബലപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിയമം നടപ്പിലാക്കാൻ ബലപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിത രീതിയിൽ പോലീസ് കാണിക്കുന്നത് കാണത്തരോ അല്ലേ, പല സമരങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അല്ലേ പറയുന്നത്. അതൊക്കെ ഉണ്ട്. അത് പക്ഷേ എന്താണെന്നറിയോ, കുറച്ചും കൂടി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുള്ള കുഴപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം ആരായാലും ഈ നിയമത്തിൻ്റെ ബ്രാക്കറ്റിൽ നിന്നുകൊണ്ട് വേണം എല്ലാവരും ചെയ്യാൻ. സാധാരണക്കാർ നിയമം കയ്യിലെടുക്കുന്നുണ്ട്, അത് ശരിയാണോ? അത് മറ്റേ നിയമം നടപ്പാക്കാൻ പിന്നെ സാധാരണക്കാർ എടുക്കണ്ടേ? കാരണം ഒരു അറിയാലോ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സാധാരണക്കാർ എടുക്കണ്ടേ? അവർ ആഭ്യന്തരത്തിന്റെ ഒരു വീഴ്ചയല്ലേ ഇത്? ആഭ്യന്തരത്തിന്റെ വീഴ്ചയല്ല, ഭരണത്തിന്റെ വീഴ്ചയാണ്. ഭരണവീഴ്ചയാണ്. ആഭ്യന്തരം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുന്നത്. പിന്നെ പ്രതികരിക്കുന്നതിനോട് ഒരു സമീപനത്തിൽ വരുന്ന ഫാൾട്ടും കൂടെ ഉണ്ട്. കാരണം ആ അമ്മ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട സമീപനത്തിൽ അവർ
വേണ്ട രീതിയിലല്ല പ്രതികരിക്കുന്നത് ഏത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ. അതെ, അപ്പം സാധാരണക്കാർ അതിന് തിരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോലീസിന് തന്നെ സ്വന്തം പേരിൽ അവർ ഒരു നടപടി എടുക്കുന്നതിന് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് പകരം അവരുടെ പേരിൽ ഒരു കേസും കൂടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്കാണോ സാധാരണക്കാർക്കാണോ? സാധാരണക്കാർക്ക് നടപടി എടുക്കുമ്പോഴാണല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പം പോലീസുകാരന് കത്തി കൊണ്ട് കുത്തിയില്ലേ? അല്ല, പോലീസും അതിന് മുന്നേ ചെയ്തത് നമ്മൾ അതിൽ കണ്ടായിരുന്നു. അതേ പോലീസുകാരൻ തന്നെ. അതെ, എന്നിരുന്നാലും പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴല്ലേ അവരോട് ന്യായമായ രീതിയിൽ ചെയ്യേണ്ട നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പക്ഷേ സാധാരണക്കാരെ ഇങ്ങനെ തല്ലുന്നതൊക്കെ ഒരു എല്ലാവരും മനുഷ്യരല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവർ നിയമാനുസൃതമായ നടപടി എടുക്കാം. പക്ഷേ അവര് ഇപ്പൊ ചെയ്യുന്ന നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം സാധാരണക്കാരും അതുപോലെ തന്നെ പ്രതികരിക്കുക. ഇതപ്പോൾ നാട് എങ്ങോട്ട് മുന്നോട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അല്ല, ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ആഭ്യന്തരം മാറുന്ന വിധത്തിലും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും വൈകാരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതെന്താ? അല്ല, ഇപ്പൊ ഇടയ്ക്ക് വൈറലായ പ്രഭാവതി അമ്മ കഴിഞ്ഞ ദിവസം ഒരു മാളിലുണ്ടായ വഴക്ക്. പ്രഭാവതി അമ്മ എന്നാൽ അവരുടെ പ്രയാസം കൊണ്ടാവും. കാരണം അവരിപ്പോൾ ഫുട്പാത്ത് ആളുകൾക്ക് നടക്കാനുള്ളതാണ്. അതിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുക, അത് ശ്രദ്ധിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വയസ്സായ ആളുകൾക്കൊക്കെ റോഡിൽ കൂടി നടക്കുമ്പോൾ പ്രയാസങ്ങളുണ്ട്. അത് ട്രാഫിക്കിലൊക്കെ ഒന്നും ആളുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും. അതല്ലാതെ വേറെ നോക്കേണ്ടവർ നോക്കുന്നില്ല, അതല്ലേ പ്രശ്നം. അതെ, അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നില്ല, അതന്നെ പ്രശ്നം. അപ്പം ജനങ്ങൾ ഇങ്ങനെ സാധാരണക്കാര് ഇങ്ങനെ നിയമം കയ്യിലെടുത്ത് തുടങ്ങിയ രാജ്യം അരാജകത്വത്തിലേക്ക് പോകില്ലേ? അത് ശരിയല്ല. അത് നോക്കേണ്ട ആളുകൾ നോക്കണത്, ആളുകളെ കൈ കൂട്ടിക്കൊടുക്കലല്ലോ വേണ്ടത്. അതെ, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ വഴി കയ്യേറുണ്ടോ, സ്ഥലം കയ്യേറുണ്ടോ, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നോക്കാൻ ചുമതലപ്പെട്ട ആളുകളുണ്ട്. അവരത് കൃത്യമായിട്ട് നിർവഹിക്കുകയെന്ന് വെച്ചാൽ നല്ലത്. അവർ ചെയ്തില്ല ചില ആളുകൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും. അല്ല, ഇത് ആഭ്യന്തരത്തിന്റെ ഒരു വീഴ്ചയായിട്ട് ആഭ്യന്തരത്തിന്റെ വീഴ്ചയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒറ്റപ്പെട്ട ചെറിയ വിഷയങ്ങളൊക്കെയാണ് ആഭ്യന്തരത്തിന്റെ വീഴ്ചയാണ്. ഇന്നലെ ഒരു പോലീസുകാരനും തമ്മിൽ അതൊക്കെ വലിയൊരു സ്റ്റേറ്റിൽ ഏതെങ്കിലും മൂലക്ക് എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടായാലൊക്കെ ഒരു ആഭ്യന്തരത്തിൽ പ്രസ്താവന പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അത് ചെറിയ ഏതെങ്കിലും ആ ട്രാഫിക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആളുകൾ ഒന്നല്ല, പോലീസുകാരനെ കുത്തിയ കേസുമുണ്ട്, പോലീസുകാരനെ തല്ലിയ കേസുമുണ്ട്. അത് ഒരു സ്ഥിരം കുറ്റവാളിയല്ലേ കുത്തിയിട്ടുള്ളത്. ഒരു സ്ഥിരമായിട്ട് ഒരു പിന്നെന്താ പറയുക, അയാൾ ഒരുപാട് ഒട്ടനവധി കേസുകളുള്ള ഒരാളാണ്. അയാളെ സംബന്ധിച്ച് അയാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അയാൾ മയക്കുമരുന്നിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതും അയാളൊരു കുറ്റവാളിയാണെന്നുള്ളതും പറയുന്നുണ്ട്. അതിപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ ചിലപ്പോൾ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ അയാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോ അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാവും. ഇതെല്ലാം ഇപ്പോൾ ആർക്കും സർക്കാരിനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ എന്തൊക്കെ വേണ്ടി കഴിയും. അല്ല, പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഈ കുത്തിയ SI-യുമായിട്ട് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. അതെ, അത് അയാൾ ചിലപ്പോൾ മദ്യമോ മയക്കുമരുന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗം അതൊന്നും ഇപ്പോൾ സർക്കാരിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അത് ഒറ്റപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ഒരു വ്യക്തി അയാളെ സംബന്ധിച്ച് അയാൾ വയലൻ്റായി. നമുക്ക് പിന്നെ 3 കോടിയുള്ള ജനങ്ങളിൽ ആരൊക്കെ വയലൻ്റാവും ആരൊക്കെ വയലൻ്റാവില്ല എന്ന് പറയാൻ വേണ്ടി കഴിയും. ഞങ്ങളിപ്പോൾ നേരത്തെ അവിടെ വരുമ്പോൾ ഒരു സ്ത്രീ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ പറയാൻ പറ്റുമോ? അതൊന്നും പറയുന്നില്ല സർക്കാരിൻ്റെ ഇതിൽ. അതിനകത്ത് പറയാനുള്ളത് അത്രേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഭാവതി അമ്മയുടെ ഒരു കാര്യം തന്നെ കണ്ടായിരുന്നില്ലേ? നമ്മുടെ ഫുട്പാത്ത് വഴി വണ്ടി കയറി പോയപ്പോഴത്തേക്ക് അമ്മ അറിയില്ലേ? അമ്മ ഇപ്പൊ വൈറലാണ്. ഇവിടെ ഏത് ജില്ലയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അപ്പോൾ സാധാരണക്കാര് അല്ല, ഫുട്പാത്തിലൂടെ തെറ്റാണ്, വാഹനം ഓടിക്കാൻ പാടില്ല, തെറ്റാണ്. പക്ഷെ അത് നിയമത്തിന്റെ രീതിയിൽ പ്രതികരിച്ചാൽ മതിയായിരുന്നില്ലേ എന്നുള്ളതാണ്. എല്ലാരും ഒരാള് നിയമത്തിന്റെ രീതിയിൽ പ്രതികരിച്ചാൽ മതി അല്ലേ? അതെ, അതല്ലേ നല്ലത്. കാരണം ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങും. ഫുട്പാത്തിലൂടെ നിയമപരമായിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. ഇല്ല, അത് ആര് ഉദ്യോഗസ്ഥരാണ് അത് നോക്കേണ്ടത് അല്ലേ? അതെ, എങ്കിലും നമ്മൾ അറിഞ്ഞ് ഒരു ലൈസൻസ് ഉള്ള പാർട്ടി അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.